പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനത്തിന് മുൻപിലായിരിക്കാൻ ദൈവം നൽകുന്ന ഈ അനുഗ്രഹീതമായ അവസരങ്ങൾക്കായി ഞാൻ സർവശക്തനായ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഈ ലൈവ് സ്ട്രീമിൽ കൂടെ ഞങ്ങളെ ദർശിക്കുന്ന, ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അതിവേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ്. ഇമ്മാനുവേൽ മിഷൻ ചാനലിൽ അങ്കമാലി ആഴകത്ത് പ്രവർത്തിച്ചു വരുന്ന ഈ പ്രത്യേക ചാനലിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം അറിയിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇമ്മാനുവേൽ മിഷൻ ടീം അനേക വർഷങ്ങളായി ഈ ദേശത്ത് പാർത്ത് അനേകർക്കൊരാശ്വാസമായി തീരുന്നത് എനിക്കറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 35-ലധികം വർഷങ്ങളായി ഈ കുടുംബവുമായിട്ട് ഈ പ്രവർത്തനങ്ങളുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനമാണ് ഇമ്മാനുവേൽ മിഷൻ എന്നുള്ളത്. ഇമ്മാനുവേൽ ഓർഫനേജ്, ഇമ്മാനുവേൽ മിഷൻ സ്കൂള്, കർത്താവിൻ്റെ ദാസൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്ന പാസ്റ്റർ വർഗീസ് തുടിയൻ, അദ്ദേഹത്തിൻ്റെ ദർശനത്തിനായി, കാഴ്ചപ്പാടിനായി ഞാൻ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ ദർശിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഞങ്ങളെ ദർശിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നമ്മോട് എന്തൊക്കെയോ സംസാരിക്കുവാനുണ്ട്. ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം മരിച്ച ദൈവമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. അവന് പറയാൻ എന്തൊക്കെയോ ഉണ്ട്. ആ ദൈവം ചലിക്കുന്ന ദൈവമാണ്. അവൻ സ്പർശിക്കുന്ന ദൈവമാണ്. അവന്റെ ശബ്ദത്തിന് ജീവനുണ്ട്. അവൻ ഒരു വാക്കു പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അത് ഒരു വാക്കു മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു വലിയ ഒരു പദവിയിലിരിക്കുന്ന മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, യേശുവേ, എൻ്റെ വീട്ടിനകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. അവന് ഒരുപക്ഷേ തളർവാദ രോഗമായി പാരലൈസ്ഡായി കിടക്കുകയാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിന്റെ വീട്ടിനകത്തേക്ക് ദൈവത്തിൻ്റെ വചനം കയറി വരും. ആ ദൈവത്തിൻ്റെ വചനം നിന്റെ കിടക്കപ്പായിൽ, നിന്റെ കിടക്കയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ശക്തിയുള്ള വചനമാണ്. 2000 വർഷമായി ലോകത്തോട് സംസാരിക്കുന്ന യേശുവിൻ്റെ ജീവന്റെ വചനം ഇന്നും മനുഷ്യരെ ആശ്വസിപ്പിക്കുന്ന വചനമാണ്, ജീവിപ്പിക്കുന്ന വചനമാണ്, സൗഖ്യമാക്കുന്ന വചനമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അല്പസമയം ദൈവത്തിന്റെ വചനം ചിന്തിക്കാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, മാർക്ക് ചാപ്റ്റർ 10:17. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. ഇവിടെ കർത്താവിനെ അവന് അഭിസംബോധന ചെയ്യുന്നത് എ ഗുഡ് ടീച്ചർ എന്നാണ്, ഒരു നല്ല ഗുരുവേ എന്നാണ്. നല്ല ഗുരുവേ, അങ്ങ് എന്നോട് പറയണം നിത്യജീവനെ അവകാശമാക്കുവാൻ. ഒരു നല്ല ചോദ്യമാണിതല്ലേ? അദ്ദേഹത്തെക്കുറിച്ച് 3 സുവിശേഷങ്ങളിൽ നാം പഠിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന ഒന്ന്, അദ്ദേഹം യഹൂദ മതത്തിലെ ഒരു പ്രമാണിയാണ്, ഒരു ലീഡറാണ്. പ്രമാണി എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് അറിയപ്പെടുന്ന ഒരാളാണ്. സമുദായത്തിൽ വിലയുള്ള ഒരു പ്രമാണിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ റിലീജിയനകത്ത് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ ഏത് കാര്യവും സാധിക്കും. 2, അദ്ദേഹം ഒരു യൗവനക്കാരനാണ്, യുവാവാണ്. 3, അദ്ദേഹം ഒരു വളരെ ധനികനാണ്, ധനമുള്ള മനുഷ്യനാണ്. അല്ലേ? ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു മനുഷ്യന് ജീവിക്കാൻ ഇതൊക്കെ പോരെ അല്ലേ? യൗവനത്തിലെ ആരോഗ്യവും ആവശ്യത്തിലധികമായി വരുന്ന സമ്പാദ്യവും സമുദായത്തിലോ സമൂഹത്തിലോ മതത്തിലോ ഒക്കെ നല്ല പിടിയും പേരും അതിനകത്ത് ലീഡർഷിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ മനുഷ്യർക്ക് എന്താ വേണ്ടത് എന്നൊരു പക്ഷേ മനുഷ്യർ ചിന്തിക്കാം. എന്നാൽ ഈ മനുഷ്യനൊരു നല്ല മനുഷ്യനാണ്. അവൻ ഓടി വന്ന് യേശുവിൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തുകയാണ്. അവൻ വന്ന് മുട്ടുകുത്തുകയാണ്. മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ആരാധനയെ കാണിക്കുന്നതാണ്. അവൻ്റെ വിശ്വാസം, അവൻ വിശ്വസിച്ചിരുന്നത് പറയുന്നത് അത് അരുത് എന്നാണ്. കാര്യം എൻ്റെ മതപ്രകാരം ആരുടെ മുമ്പിൽ മുട്ടുകുത്താൻ പാടില്ല.
ഞാൻ അറിഞ്ഞിരിക്കുന്ന എൻ്റെ ടീച്ചിങ് വെച്ച് മറ്റൊരു ഗുരുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയാൽ അതൊരു വർഷിപ്പാണ്, അതൊരു ആരാധനയാണ്. പക്ഷെ അവൻ്റെ ചട്ടങ്ങളും അവൻ അറിഞ്ഞ കാര്യങ്ങളും ഒക്കെ ഓവർകം ചെയ്തുകൊണ്ട് യേശുവിൻ്റെ മഹത്വം അവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ യേശുവിൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തുകയാണ്. എത്രയോ നല്ലൊരു അനുഭവമാണതല്ലേ? ആമേൻ, ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ അനുഭവങ്ങളോ നമ്മൾ വന്ന പാരമ്പര്യങ്ങളോ ഒക്കെ യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തുവാൻ ഒരു പക്ഷേ നമ്മെ അനുവദിക്കാറില്ല. ഞാൻ ഒരു പ്രമാണിയാണ്, പണമുള്ളവനാണ്, പേരുണ്ട്, പ്രത്യേകിച്ച് ഞാൻ യൗവനക്കാരൻ, എനിക്ക് ഈഗോ ഉണ്ട്, അല്ലെങ്കിൽ ഒത്തിരി യൗവനക്കാരനെ കാണുന്നുണ്ട്, അവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇതൊന്നും അവനെ ബോധർ ചെയ്യുന്ന വിഷയങ്ങളല്ല. അവൻ യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ പേരും അവൻ്റെ മതവും അവൻ്റെ പണവും അവൻ്റെ ഈഗോയും അവൻ്റെ ഈ ലോകത്തിൽ ലഭിക്കാവുന്ന എല്ലാ അനുഭവങ്ങളും മറന്നിട്ട് he was ready to kneel down and worship Jesus. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പണത്തെക്കാൾ ഉപരി, നിന്റെ പൊസിഷനേക്കാൾ ഉപരി, നിന്റെ മതത്തെക്കാൾ ഉപരി, നിന്റെ സ്ഥാനമാനങ്ങളെക്കാൾ ഉപരി നീ യേശുവിനെ മുൻപിൽ കാണുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇന്നു വരെ നടക്കാത്ത ചില ദൈവിക പ്രവൃത്തികൾ ആമേൻ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ, ഒരു എൻകൗണ്ടർ, ഒരു ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ഒരു ബന്ധപ്പെടൽ നടക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അവനിവിടെ വന്ന് മുട്ടുകുത്തിയിട്ടൊരു കാര്യം ചോദിക്കുകയാണ്, കർത്താവേ എനിക്ക് പണം വേണ്ട, പണം ഇഷ്ടം പോലെ ഉണ്ട്, എനിക്ക് പേരോ പൊസിഷനോ വേണ്ട. ഇന്നെല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ അടുത്ത് വരുന്നത്. പക്ഷേ ഇദ്ദേഹം വന്നത് പൊസിഷന് വേണ്ടിയല്ല. എനിക്ക് പൊസിഷനുണ്ട്, പണമുണ്ട്, പേരുണ്ട്, നല്ല യുവത്വമുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടത് ഈ ദിവസങ്ങളിൽ എൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു ചിന്തയുണ്ട്. അതെന്താണെന്നറിയാമോ? നിത്യജീവൻ എനിക്ക് വേണം. എന്ത് വേണമെന്നാ പറയുന്നേ? നിത്യജീവൻ. ആമേൻ. എന്താണ് ഈ നിത്യജീവൻ? അപ്പൊ പണത്തിന് വാങ്ങാൻ കഴിയുന്നതല്ല, മതത്തിന് തരാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പൊസിഷന് മേടിക്കാൻ പറ്റുന്നതല്ല ഈ സാധനം. അദ്ദേഹം യേശുവിനോട് ചോദിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം അദ്ദേഹം വന്നിരിക്കുന്നത് കറക്റ്റ് അഡ്രസ്സിലാണ്. അദ്ദേഹം ചോദിക്കുന്നത് കറക്റ്റ് വ്യക്തിയോടാണ്. ഒരുപക്ഷെ ഇത് ഒത്തിരി പേരോടൊക്കെ അദ്ദേഹം ചോദിച്ചിരിക്കാം. അവിടെ എല്ലാം നിരാശയാണ് തനിക്കുണ്ടായത്. പക്ഷെ ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ അവൻ കറക്റ്റ് വ്യക്തിയെ വന്ന് കണ്ടിരിക്കുകയാണ്. ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് വാസ് എ റൈറ്റ് ടൈം വിത്ത് എ റൈറ്റ് പേഴ്സൺ. ഇതൊരു ദൈവീകമായിരിക്കുന്ന നിയോഗത്തിന്റെ സമയമാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുമ്പോൾ ഞാൻ ചിലരോടായി പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ദൈവനിയോഗത്തിന്റെ രാത്രിയാണ് ഈ രാത്രികൾ എന്ന് മനസ്സിലാക്കുവാൻ നീ തയ്യാറാകണം. എന്നും കണ്ണുനീരല്ല മക്കളെ, എന്നും നിലവിളിയല്ല കേട്ടോ, എന്നും നിരാശയും പരാജയവും അല്ല. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഒത്തിരി തുറകളിൽ നീ പരാജയപ്പെട്ട് ഇനി മരണം, ഇല്ലെങ്കിൽ ഒരു ആത്മഹത്യ, ഇല്ലെങ്കിൽ ഒരു ഗിവപ്പ് മാത്രമേ എനിക്കുള്ളൂ, ഒരു പരാജയം, ഒരു പിന്നോട്ട് പോക്ക്, ഇനി ഞാൻ ഇന്നും മുന്നോട്ട് വരുന്നില്ല, ഞാൻ ഇനി മടുത്തു, ഇനി എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഈ മനുഷ്യൻ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നല്ല ഗുരു, നല്ല ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുക്കൾ ഒത്തിരി ഉണ്ട്. അവർക്ക് ഈ ലോകത്തിലെ ഒത്തിരി നല്ല ടീച്ചിങ് തരാൻ പറ്റും, നല്ല ടീച്ചിങ് തരാൻ പറ്റും. പക്ഷെ നിത്യജീവന്റെ മൊഴികൾ, നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കുന്ന അവനാണ് നല്ല ഗുരു. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, നല്ല ഗുരു, എനിക്ക് എന്നും ജീവിച്ചിരിക്കുന്ന ഒരു ജീവിതം വേണം എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറം ഒരു ജീവിതം എനിക്ക് വേണം. ഞാൻ ദിവസങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. മരിക്കാൻ ആർക്കാ ഇഷ്ടമുള്ളേ? മരണം വന്നാൽ, ഇല്ലെങ്കിൽ മരണത്തിൻ്റെതായ ഒരു മണി അടിക്കുമ്പോൾ ചങ്കിൽ ഒരു ഇടിപ്പ് വരാത്ത ആരാ ഉള്ളേ? ഒരു മരണയാത്ര പോകുന്നത് കാണുമ്പോൾ ചിന്തിക്കാത്ത ആരാ ഉള്ളേ? അപ്പം മരിക്കുന്നത് ഇഷ്ടമാണോ? അല്ല. നമുക്കൊക്കെ അറിയാം, ലോകത്തിൽ അറിയപ്പെടുന്ന മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു ഡാൻസർ ഉണ്ടായിരുന്നു. അദ്ദേഹം 150 വർഷം ജീവിച്ചിരിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. അദ്ദേഹം 150 വർഷം ജീവിച്ചിരിക്കാൻ വേണ്ടി ഞാൻ കേട്ടത് അദ്ദേഹം 28 ഡോക്ടർമാരെയാണ്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ തൻ്റെ വീട്ടിൽ പാർപ്പിച്ചിരുന്നു. ഇവൻ 24 hours മെഡിക്കൽ ലാബ് തൻ്റെ വീട്ടിലുണ്ടായിരുന്നു. താൻ കഴിക്കുന്ന ആഹാരമൊക്കെ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. വളരെയധികം താൻ ഓരോ കാര്യം ശ്രദ്ധിക്കുമായിരുന്നു.
തൻ്റെ നഖം വെട്ടിക്കൊടുക്കാൻ വരെ അതിന് കഴിവുള്ളവരുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ തന്നെ തൻ്റെ ഫിസിക്കൽ എക്സസൈസിന് വേണ്ടിയിട്ട് അതിന് പ്രാപ്തരായിരിക്കുന്ന ആ ലീഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും ആ മനുഷ്യൻ 50-ാമത്തെ വയസ്സിൽ മരണത്തിന് മുൻപിൽ തോറ്റുപോയത് നമുക്കേവർക്കും അറിയാം. അപ്പോൾ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം മനുഷ്യരൊക്കെ കൊതിക്കുന്ന ഒന്നാണല്ലേ. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു മറുപടി പറയുന്നത്, എനിക്ക് തരാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഇത് അസാധ്യമാണ്, നിന്റെ ചോദ്യം ശരിയല്ല, ഇതിങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്നൊന്നും അല്ല യേശു ഇവിടെ പറഞ്ഞത്. യേശു എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഇന്ന കാര്യങ്ങൾ നീ ക്രമീകരിച്ചാൽ നിനക്ക് നിത്യജീവൻ. അപ്പോൾ യേശുവിനറിയാം നിത്യജീവൻ എന്താണെന്ന്, അല്ലേ? ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ചിലവരെ യേശുവിനെ വിട്ട് പോയി. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസിനോട് യേശു കർത്താവ് പറയുകയാണ്, പത്രോസേ, നിനക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ നീയും എന്നെ വിട്ടിട്ട് പൊയ്ക്കൊള്ളുക. പത്രോസും മറ്റ് ശിഷ്യന്മാരും യേശുവിനോട് പറയുന്നൊരു മറുപടിയുണ്ട്, കർത്താവേ, നിത്യജീവന്റെ മൊഴികൾ എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറമുള്ള മൊഴികൾ, എന്നേക്കും ജീവിച്ചിരിക്കുന്ന മൊഴികൾ നിന്റെ പക്കലുണ്ട്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള സഹോദരി, സഹോദര, കുഞ്ഞെ, പിതാവേ, മാതാവേ, ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. മരണം സത്യമാണ്. നാം ആരും നനയ്ക്കാത്ത സമയത്താണ് മരണം വരുന്നത്. 21 വയസ്സുള്ളൊരു കുഞ്ഞ് മിനിഞ്ഞാന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് കേട്ടു. നിൽക്കുന്ന നിപ്പിൽ മനുഷ്യൻ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. ഒരു നിഴലുപോലെ മനുഷ്യന്റെ പിറകിൽ മരണം കൂടി വസിക്കുകയാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ യുവാവെന്നോ ബാല്യക്കാരനെന്നോ വ്യത്യാസമില്ലാതെ മരണം മനുഷ്യനെ മാടി വിളിക്കുകയാണ്. എന്നാൽ ഇവിടെ ഒരുത്തൻ വാഗ്ദത്തം തരികയാണ്, വാഗ്ദാനം ചെയ്യുകയാണ്, മരണത്തിനപ്പുറം ഒരു ജീവിതം ഞാൻ നിനക്ക് തരാം. അങ്ങനെയുള്ളവർക്ക് ഭാരപ്പെടുവാനോ ഭയപ്പെടുവാനോ ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഭയരഹിതമായി ജീവിക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ മരണത്തെ വിട്ടുയർത്തെഴുന്നേറ്റ ഒരുവന്റെ വിശ്വാസത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ. അതാരാണെന്നറിയാമോ? 2000 വർഷം മുൻപ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞ് മരണത്തെയും പാതാളത്തെയും എന്നേക്കും അടിയറ വെച്ച് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു വ്യക്തിയെ ഇന്ന് ലോകത്തിലുള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ 100 1000 സുവിശേഷകർ ലോകമൊട്ടാകെ പ്രസംഗിക്കുകയാണ്. മരണത്തെ ജയിച്ച ഒരുവൻ ലോകത്തിലുണ്ട്. അവന്റെ പേരാണ് ഇന്ന് രാത്രിയിൽ ഞാനും പ്രഘോഷിക്കുന്ന ശ്രീ യേശു ക്രിസ്തു. മരണത്തെ ജയിച്ച കർത്താവാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്പകാലം മാത്രമേ നാം ഈ ലോകത്തിലുള്ളൂ. ഈ ലോകത്തിൽ ഇന്നലെ ഉള്ളവർ ഇന്നില്ല, ഇന്നുള്ള പലരും നാളുകളിൽ ഇല്ല. ഒരു പക്ഷേ അവരുടെ പ്രായം, പണ്ടൊക്കെ നമുക്ക് പിന്നെയും വിശ്വസിക്കാമായിരുന്നു, വാർദ്ധക്യം വരെയെങ്കിലും ഒക്കെ ജീവിച്ചിരിക്കുമെന്ന്. ഇന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. മനുഷ്യ ജീവനെ എപ്പോൾ വേണമെങ്കിലും മരണം കവർന്നെടുക്കാം. എന്നാൽ ഈ യുവാവിന് ബോധമുണ്ടായി. അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് നിത്യജീവൻ വേണം, എനിക്ക് നിത്യജീവൻ വേണം എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിത്യജീവന്റെ വില അവന് മനസ്സിലായി. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കണം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്തായിരുന്നു അറിയാമോ? രോഗികളെ സൗഖ്യമാക്കിയതല്ല, മരിച്ചവരെ ഉയർപ്പിച്ചതല്ല. അതൊക്കെ കർത്താവ് ചെയ്തിട്ടുണ്ട്. കർത്താവ് ഈ ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ ശുശ്രൂഷ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ചെയ്തത്, അവൻ മനുഷ്യരെ നിത്യജീവന്റെ വഴികൾ പഠിപ്പിച്ചു. അവൻ ദൈവവചനം മനുഷ്യർക്ക് ഓതിക്കൊടുത്തു. ഞങ്ങൾ ഈ ലൈവിൽ കൂടെയും ശ്രമിക്കുന്നത് ഓരോ മനുഷ്യരും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. അത് വിശുദ്ധ ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ സവിസ്തരമായി യേശു മശിഹ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം നാം വായിച്ച് ഗ്രഹിക്കണം.
ദൈവത്തിൻ്റെ വചനം ഇന്ന് വളരെ അനായാസം നമുക്ക് ശ്രവിക്കുവാൻ കഴിയും. ഇതുപോലെയുള്ള ലൈവിലൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ വീട്ടിൽ കയറി വരികയാണ്. അവിടെ വന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ നാം പണം ചെലവാക്കണ്ട, നാം എങ്ങും യാത്ര ചെയ്യണ്ട, നാം ഒന്നും ദാനധർമ്മം ചെയ്യണ്ട, അതൊന്നും ചെയ്യാൻ നമുക്ക് ശേഷിയില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ദൈവം തന്നെ മനുഷ്യർക്ക് വേണ്ടി ഒരു വളരെ ഈസി വേ മനുഷ്യർക്ക് ഒരുക്കി കൊടുത്തു. അതെന്താണെന്നറിയാമോ? ആമേൻ. യേശു ക്രിസ്തു എന്ന ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിലെ ഏക മധ്യസ്ഥനാണ് യേശു കർത്താവ്, ശ്രീ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിച്ച് നിത്യമായ ജീവിതത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുവാനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവം ലോകത്തെ സ്നേഹിച്ചത് തൻ്റെ പുത്രനെ തന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആമേൻ അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നു, ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ മധ്യത്തിൽ ആമേൻ രക്ഷയ്ക്ക് മറ്റൊരു നാമമില്ല, ഏക നാമം യേശു ക്രിസ്തു എന്ന ഒരേ ഒരു നാമമേ പാപിയായ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളൂ. യെശയ്യാ പ്രവചനം പറയുന്നു, നിന്റെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ചുമന്നതായിരുന്നാലും എനിക്കതിനെ വെളുപ്പിച്ച് ശുദ്ധീകരിക്കുവാൻ കഴിയും. യേശുവിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവും മനുഷ്യ ജീവിതത്തിലില്ല. ഒരു പക്ഷേ നമ്മൾ പറയും, അയ്യോ ഞാൻ മഹാപാപിയാണ്, ഞാൻ വലിയ തെറ്റ് ചെയ്ത മനുഷ്യനാണ്. പക്ഷെ സ്നേഹിത, യേശുവിന് ക്ഷമിക്കാൻ കഴിയാത്ത, യേശുവിന് ശുദ്ധീകരിക്കാൻ കഴിയാത്ത ഒരു പാപവും മനുഷ്യ ജീവിതത്തിലില്ല. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ രക്തം കാൽവറിയിൽ ചിന്തിയത് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഇന്ന് രാത്രിയിൽ ഇരിക്കുന്ന ഇരിപ്പിൽ, ഇത് കേൾക്കുന്ന യാത്രയിൽ, യേശുവേ എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ നാഥാ എന്ന് ഒരു വാക്ക് വിളിച്ചു പറയുമ്പോൾ, നിന്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പായിരുന്നതായാലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ച് നിത്യജീവന്റെ അവകാശിയാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം. ഇംഗ്ലീഷിൽ ഐ ആം എന്ന് പറയുമ്പോൾ ആമേൻ, ഞാൻ മാത്രമാകുന്നു. Only I am the way, I am the truth, I am the life. There is no other way. വേറെ ഒരു വഴിയുമില്ല. രക്ഷയ്ക്കുള്ള ഏക മാർഗം ശ്രീ യേശു ക്രിസ്തു എന്ന ദൈവം ഒരുക്കിയ വഴി മാത്രമാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവമാണ്, നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്, നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ ദൈവ മക്കളാക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകൾ നാം തിരുവചനത്തിൽ മനസ്സിലാക്കുകയാണ്. വചനം പറയുന്നത്, യെശയ്യാ പ്രവചനം 53 നാം ഓരോരുത്തരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നമ്മുടെ അകൃത്യങ്ങളുടെ ഭാരം നാം വഹിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ യേശു ക്രൂശിൽ അവന്റെ മേൽ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. അതേ പ്രിയമുള്ളവരെ, സകല മാനവജാതിക്കും രക്ഷ നൽകേണ്ടതിന് ദൈവം തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. യേശു മനുഷ്യനല്ലായിരുന്നു, എന്നാൽ അവൻ മനുഷ്യ രൂപമെടുത്തു. അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നവൻ, പിതാവിന്റെ പൊന്നോമന പുത്രൻ, സ്വർഗത്തിൽ എന്നേക്കും ഇരുന്ന ദൈവം, അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആമേൻ പീലാത്തോസിന്റെ അരമനയിൽ വിധിക്കപ്പെട്ടതിന് ശേഷം പച്ചമരക്കുരിശും ചുമലിലേറ്റിക്കൊണ്ട് അവൻ കാൽവരി ഗോൽഗോത്ത എന്ന് പറയുന്ന മലയിലേക്ക് അവൻ ആ കുരിശുമായി കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവ് കാൽവരിയുടെ മലയിലേക്ക് കയറി അവന്റെ പച്ച
കൈകളിൽ ആണികൾ അടിച്ചിറക്കി. പ്രിയമുള്ളവരെ, വലിയ ചുറ്റിക കൊണ്ട് കാരിരുമ്പാണികൾ അവന്റെ പച്ച മാംസത്തിൽ അടിച്ചിറക്കി. അവന്റെ കയ്യിലും കാലിലും ഭയങ്കരമായ ആണികൾ അടിച്ച് ക്രൂശോട് ചേർത്തവനെ അടിച്ചിറക്കി. അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. ആമേൻ. ചരിത്രം പറയുന്നത് വലിയ നീളമുള്ള മുള്ളുകളാണ്. ആ മുള്ളുകൾ അവന്റെ തലയോട്ടിയെ തുളച്ച് കണ്ണിൽ കൂടെ ഇറങ്ങി വരത്തക്ക നീളത്തിലായിരുന്നു ആ മുള്ളുകൾ എന്നാണ് പറയുന്നത്. അതേ പ്രിയമുള്ളവരെ, ഒരു ചെറിയ മുള്ളു നമ്മുടെ കാലിൽ കൊണ്ടാൽ എത്രമാത്രം അത് കട്ടുകിഴപ്പുണ്ടാക്കും, എത്രത്തോളം നമുക്കത് പെയിൻ തരും. എന്നാൽ വലിയ മുള്ളുകൾ തലച്ചോറിനകത്തേക്ക് അടിച്ചു കയറുമ്പോൾ ആ വിഷം, അതിൻ്റെതായിരിക്കുന്ന വിമ്മിഷ്ടങ്ങൾ കർത്താവ് സ്വയമേ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. അവൻ തലയിൽ മുൾക്കിരീടം വെച്ചു. അവന്റെ മുഖത്തെ താടിയെല്ലാം അവർ പിഴുതെടുത്ത് എറിയുവാനിടയായി. അവന്റെ കണ്ണ് കെട്ടി മുഷ്ടി ചുരുട്ടി കുത്തി. യേശു നമുക്ക് വേണ്ടി ഈ പീഡകളും പങ്കപ്പാടുകളും തന്റെ ശരീരത്തിൽ 33-ാമത്തെ വയസ്സിൽ നമുക്ക് വേണ്ടി സഹിക്കുവാനിടയായി തീർന്നു. ആമേൻ. യേശു നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു വാക്കുപോലും മറുത്തു പറയാതെ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ യേശു തന്റെ മേൽ ചുമന്നു. യേശു കർത്താവ് സ്വന്തം തോളിൽ തലചായ്ച്ചുകൊണ്ട് ഏലീ ഏലീ ലമ്മാ സബക്തനീ എന്ന് ഉറക്ക നിലവിളിച്ചുകൊണ്ട് അവൻ പ്രാണനെ വിടുവാനിടയായി തീർന്നു. ആമേൻ. യേശുവിന്റെ മരണത്തിങ്കൽ കല്ലറകൾ തുറന്നു. യെരൂശലേം ദേവാലയത്തിന്റെ തിരശീല മുകൾ മുതൽ അടിവരെ രണ്ടായി ചിന്തിപ്പോയി. അതേ പ്രിയമുള്ളവരെ, ആമേൻ, പർവ്വതങ്ങൾ ഇളകി മറിയുവാനിടയായി. ആ സൂര്യൻ അസ്തമിക്കുന്നത് പോലെയായി തീർന്നു. ഇതിന്റെ എല്ലാം നടുവിൽ യേശു മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി, നിന്റെയും എന്റെയും പാപത്തിനു വേണ്ടി യേശു ക്രൂസിൽ യാഗമായി തീരുകയാണ്. ആമേൻ. ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദര, വാത്സല്യ സഹോദരി, എത്രത്തോളം പാപത്തെ സ്നേഹിക്കും, എത്രത്തോളം പാപത്തിൽ ജീവിക്കും? ഇതല്ലേ സുപ്രസാദ കാലം, ഇതല്ലേ രക്ഷാ ദിവസം. 2000 വർഷം മുൻപ് നിന്നെ തേടി ലോകത്തിൽ വന്ന ദൈവപുത്രൻ നിന്റെ രക്ഷകനാണെന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കുകയും നാവ് കൊണ്ട് നീ ഏറ്റെടു പറയുകയും റോമർ 10:9 വചനപ്രകാരം നീ അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ ഇടയായി തീരും. ഇല്ല, വേറൊരു നാമമില്ല, ഇല്ല മറ്റൊരു വഴികളുമില്ല. ഈ ലോകത്തിലെ ഒരു വഴിക്കോ ഒരു സാധ്യതകൾക്കോ മനുഷ്യന്റെ പാപം ക്ഷമിച്ച് അവനെ നിത്യജീവൻ അവകാശിയാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഒരേ ഒരു മാർഗം, ഒരേ ഒരു നാമം, സകലരും മുഴങ്കാലും മടങ്ങുന്ന നാമം. ആ നാമമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, നിന്നെ സ്നേഹിച്ചു, നിന്റെ കുടുംബത്തെ സ്നേഹിച്ചു, നിന്റെ തലമുറയെ സ്നേഹിച്ചു, നിന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചു. എത്രത്തോളം നീ യേശുവിനോട് ദൂരെ പോകും? കടന്നു വരിക. ഇന്ന് രാത്രി ദൈവശബ്ദം നിന്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ, യേശുവേ നാഥാ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് പള്ളിപ്രമാണത്വമല്ല വേണ്ടത്, എനിക്ക് ധനവും മോഹവും അല്ല വേണ്ടത്, പൊസിഷനും സ്ഥാനമാനങ്ങളുമല്ല. അതിനേക്കാളെല്ലാം വലുതായി എനിക്ക് നിത്യജീവൻ വേണം. ഇന്ന് രാത്രി അത് ആവശ്യപ്പെടുന്ന എത്ര പേരുണ്ട്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ കഴുകുന്ന യേശുവിന്റെ രക്തം നിങ്ങളുടെ ശരീരത്തോട് ഇപ്പോൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രോഗിയാണെങ്കിൽ യേശുവിന്റെ രക്തത്താൽ നിങ്ങൾക്ക് രോഗസൗഖ്യമുണ്ടാകും. ഒരു തകർന്ന കുടുംബമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ശാപഗ്രസ്തമായ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹത്തിലേക്ക് ദൈവം കൈപിടിച്ച് നടത്തും. മക്കളെ ഓർത്ത് കരയുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിനകത്തേക്ക് നിത്യജീവന്റെ ഐശ്വര്യം കടന്നു വരുവാൻ ഇന്ന് രാത്രിയിൽ ആ യൗവനക്കാരൻ മുട്ടുമടക്കിയതുപോലെ ഒന്ന് മുട്ടുമടക്കിയിട്ട് പറ, നാഥാ, നിത്യജീവൻ എനിക്ക് നൽകണമേ, നിത്യജീവൻ എനിക്ക് നൽകണമേ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ലെറ്റ് us pray. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഒഴുകുന്നത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കണ്ണുനീർ വീണുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ശരീരത്തിന്റെ ഉടഞ്ഞ ഭാഗങ്ങൾ ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഹൃദയത്തിന്റെ ഭാരം ദൈവം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്.
പറയുകയാണ്, നിന്റെ തലമേൽ വരുന്ന കരം അത് ദൈവത്തിന്റെ അദൃശ്യ കരമാണ്. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ചലിക്കുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തിലെ ശക്തികൾ നിന്റെ കുടുംബത്തെ വിട്ട് മാറുകയാണ്. ദൈവത്തിന്റെ തേജസ് നിന്റെ കുടുംബത്തിന്മേൽ ഉദിക്കുകയാണ്. ശാപങ്ങൾ മാറട്ടെ, ക്ഷുദ്രങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ മാറട്ടെ, വെല്ലുവിളികൾ മാറട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. പരിശുദ്ധ കർത്താവേ, നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രിയിൽ ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നെന്ന് ദൈവത്തോടൊന്ന് പറ. ആമേൻ. എന്നെ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ കാണിക്കുന്നു. വാവിട്ട് കരയുന്ന ചിലരെ ദൈവം കാണിക്കുന്നു. നിരാശയുടെ വക്കിൽ മരണം മാത്രം മതിയെന്ന് പറയുന്ന ചിലരെ ഇന്ന് രാത്രി കർത്താവ് വിടുവിക്കുകയാണ്. ഞാൻ യേശുവിന്റെ അഭിഷിക്തനായതുകൊണ്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ ഇപ്പോൾ ഒരു ദൈവിക വിടുതൽ റിലീസ് ചെയ്യുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ വലിയ നാമത്തിന് നന്ദി. അപ്പാ യേശുവേ, അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങൾക്ക് നിത്യജീവൻ തരുവാൻ കഴിയുകയുള്ളൂ. നിന്റെ ജനത്തെ ഒരുപോലെ അനുഗ്രഹിക്കണമേ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, സ്വർഗത്തിലെ നിത്യജീവൻ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.